കുട്ടി സ്റ്റോറീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഉത്സവങ്ങളുടെ കാലമാണല്ലോ ഇപ്പോൾ. നാട്ടിലെ ഉത്സവം കാണാൻ തനിയെ പോയ ഒരു കുട്ടിക്കുണ്ടായ അനുഭവമാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതിനു മുൻപായി സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കഥകൾ ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇനി കഥയിലേക്ക്. വാർഷിക പരീക്ഷ കഴിഞ്ഞ് സ്കൂളുകളെല്ലാം അടയ്ക്കുന്ന സമയം. വേനൽ ചൂടിൻ്റെ ഉച്ചസ്ഥായിയിൽ സൂര്യൻ കത്തി നിൽക്കുന്നു. ആ സമയത്താണ് നാട്ടിലെ അമ്പലത്തിൽ ഉത്സവം നടക്കുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നടന്നിട്ടുള്ള ഒരു സംഭവമാണിത്. ഇന്നത്തെ പോലെ ഒരുപാട് വഴി സൗകര്യങ്ങളോ വാഹന സൗകര്യങ്ങളോ അന്നില്ല. പ്രധാന വഴികളല്ലാതെ മറ്റൊന്നും സഞ്ചാരയോഗ്യമായ ടാറിംഗ് വഴികളായിരുന്നില്ല. അങ്ങനെ നമ്മൾ പറഞ്ഞു വന്ന കഥയിലേക്ക് വരാം. രാജപ്പൻ തങ്കമ്മ ദമ്പതികളുടെ ഒരേ ഒരു മകനായിരുന്നു 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ മനു. നാട്ടിൽ തന്നെയാണ് അവർ താമസിച്ചിരുന്നതും. രാജപ്പൻ നാട്ടിൽ തന്നെയുള്ള ഒരു വാച്ച് റിപ്പയറിംഗ് കടയിൽ ജോലി ചെയ്യുന്നു. തങ്കമ്മ വീട്ടമ്മയാണ്. അങ്ങനെയിരിക്കെ അമ്പലത്തിൽ ഉത്സവം തുടങ്ങി. ഗംഭീര പരിപാടികളുമായിട്ടാണ് ആ വർഷത്തെ ഉത്സവം. നോട്ടീസുകൾ എല്ലായിടത്തും എത്തി. പ്രധാന പരിപാടി ഒരു മിമിക്സ് മെഗാ ഷോയാണ്. അതറിഞ്ഞത് മുതൽ നമ്മുടെ മനുവിന് പരിപാടി കാണുവാൻ വലിയ ആഗ്രഹമായി. മനുവിൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്ററോളം നടന്നാൽ മാത്രമേ അമ്പലത്തിലെത്തൂ. അതുമാത്രമല്ല കാര്യം, ആകെ ദുർഘടം പിടിച്ച ഒരു മൺവഴിയിലൂടെ വേണം യാത്ര ചെയ്യുവാൻ. എന്തായാലും മനുവിനെ പരിപാടിക്ക് കൊണ്ടുപോകാമെന്ന് അച്ഛനും അമ്മയും അവന് വാക്കുകൊടുത്തു. അങ്ങനെ നമ്മുടെ ഉത്സവ പരിപാടിയുടെ ദിവസം വന്നെത്തി. കഷ്ടകാലമെന്നല്ലാതെ എന്തു പറയാൻ. മനുവിൻ്റെ അമ്മയുടെ കാലൊന്നുളുക്കി. ആകെ നീരും വേദനയും, ഒട്ടും നടക്കാനും വയ്യ. ആ അവസ്ഥയിൽ മനുവിനോടൊപ്പം പോകാൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല. രാത്രി 10 മണിക്കാണ് പരിപാടി. അടുത്തുള്ള വീട്ടുകാരെല്ലാം തന്നെ പരിപാടിക്ക് പോകുവാൻ തയ്യാറായി. അമ്മയെ തനിച്ചാക്കി അച്ഛനും അവനോടൊപ്പം പോകാൻ തയ്യാറല്ലായിരുന്നു. മനുവിൻ്റെ മുഖത്ത് ആകെ നിരാശ പടർന്നു. അവൻ്റെ സങ്കടം കണ്ട അച്ഛൻ അവനോട് അടുത്ത വീട്ടുകാരോടൊപ്പം പോകുവാൻ അനുവാദം നൽകി. അവന് വളരെയധികം സന്തോഷമായി. അങ്ങനെ നമ്മുടെ മനു അയൽപ്പക്കത്തുള്ള ചേട്ടൻ്റെ കൂടെ ഉത്സവത്തിന് പോയി. പോകുന്ന വഴിക്ക് രണ്ടുപേരും ഒരുപാട് സംസാരിച്ചു. വിജനമായ ഒരു കാനന പാതയായിരുന്നു അത്. പണ്ട് അവിടങ്ങളിലൊക്കെ ഒരുപാട് ദുർമരണങ്ങൾ നടന്നിട്ടുണ്ടെന്നും അവരുടെ ആത്മാക്കൾ അവിടങ്ങളിലൊക്കെ അലയുന്നുണ്ടെന്നും അയൽപ്പക്കത്തെ ചേട്ടൻ സംസാരത്തിനിടെ മനുവിനോട് പറഞ്ഞു. അവൻ അത് കേട്ടതും ആകെ ഭയം തോന്നി. ആ വനപാതയിലൂടെ സഞ്ചരിക്കാൻ തന്നെ അവന് പേടിയായി. കൂടെ ചേട്ടനുണ്ടല്ലോ എന്ന ധൈര്യത്താൽ അവൻ മുന്നോട്ട് നടന്നു. അങ്ങനെ രണ്ടുപേരും ഉത്സവപ്പറമ്പിലെത്തി. കൃത്യം 10 മണിക്ക് തന്നെ പരിപാടി തുടങ്ങി. വളരെ നല്ല പരിപാടിയായിരുന്നു. മനു ആസ്വദിച്ച് എല്ലാം കണ്ടു. പരിപാടി കഴിഞ്ഞപ്പോൾ 12 മണി കഴിഞ്ഞു. തൊട്ടടുത്തിരുന്ന ഒപ്പം വന്ന ചേട്ടനെ കാണാനില്ലെന്ന സത്യം മനു വളരെ ഞെട്ടലോടെയാണ് മനസ്സിലാക്കിയത്. കാരണം അയാൾ ഒരു തികഞ്ഞ മദ്യപാനിയായിരുന്നു. അമ്പലപ്പറമ്പിൽ കമ്പനി കൂടാൻ ആളെ കിട്ടിയപ്പോൾ മനുവിൻ്റെ കാര്യം അയാൾ മറന്നു കഴിഞ്ഞിരുന്നു. അവൻ കുറച്ചു സമയം അവിടെ തന്നെ നിന്നു. ആളുകളെല്ലാം പിരിഞ്ഞു തുടങ്ങിയിരുന്നു. ഉത്സവപ്പറമ്പ് വിജനമായി തുടങ്ങി. തിരിച്ചു പോകുന്ന കാര്യമോർത്ത് മനുവിന് ആകെ പരിഭ്രമമായി. അതുവരെ കണ്ട പരിപാടിയുടെ സന്തോഷം അവനിൽ നിന്നും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ആളുകൾക്കിടയിൽ
പരിചയമുള്ളൊരു മുഖത്തിനായി അവൻ തിരഞ്ഞു. പക്ഷേ നിരാശയായിരുന്നു ഫലം. അവസാനം അവൻ ഒറ്റയ്ക്ക് തിരികെ പോകുവാൻ തീരുമാനിച്ചു. ഭയവും സങ്കടവും അവനെ നന്നേ തളർത്തി. വെളിച്ചത്തിനായി നിലാവല്ലാതെ മറ്റൊരാശ്രയം അവനുണ്ടായിരുന്നില്ല. നിലാവെളിച്ചത്തിൽ അതിവേഗം സഞ്ചരിക്കാനുള്ള ശക്തി ആ കൊച്ചു കാലുകൾക്കില്ലായിരുന്നു. എങ്കിലും അവൻ പരമാവധി വേഗത്തിൽ നടന്നു. അപ്പോഴാണ് വരുന്ന വഴിയിൽ അയാൾ പറഞ്ഞ ദുരാത്മാക്കളുടെ കാര്യം അവൻ്റെ ഓർമ്മയിൽ വന്നത്. അതോടെ അവൻ്റെ ഭയം ഇരട്ടിയായി. അച്ഛനും അമ്മയും ഇല്ലാതെ ഇറങ്ങിപ്പുറപ്പെട്ടത് വളരെ തെറ്റായിപ്പോയെന്ന് അവന് മനസ്സിലായി. ആ കാനനപാതയിലെ ഓരോ ചെറു ചലനങ്ങളും അവൻ്റെ മനസ്സിനെ ഭയപ്പെടുത്താൻ പോകുന്നതായിരുന്നു. വേഗത്തിൽ നടന്ന് അവൻ നന്നേ ക്ഷീണിച്ചു തുടങ്ങിയിരുന്നു. കണ്ണുകളിൽ ഉറക്കത്തിൻ്റെ ലാഞ്ചനയും കൂടിക്കൂടി വന്നു. അപ്പോഴാണ് തൊട്ടു പിന്നിൽ നിന്നും ഒരു വിളി അവൻ കേട്ടത്. മോനെ, നീ ഈ സമയത്ത് എവിടെ പോയതാ? പെട്ടെന്നുള്ള ചോദ്യം അവനെ ഞെട്ടിച്ചു. അവൻ തിരിഞ്ഞു നോക്കി. തൊട്ടു പിറകിലായി ഒരാൾ രൂപം. മുഖം വ്യക്തമല്ല. ഞാൻ ഉത്സവത്തിന് പോയി, അവൻ ഭയപ്പാടോടെ മറുപടി പറഞ്ഞു. ഞാനും അങ്ങോട്ട് തന്നെയാണ് വരുന്നത്, നീ ഒറ്റയ്ക്ക് പോകണ്ട, അയാൾ പറഞ്ഞു. മനുവിന് അല്പം ആശ്വാസമായി. അയാളും കൂടി ഒപ്പം എത്താൻ വേണ്ടി അവൻ നടത്തത്തിൻ്റെ വേഗത കുറച്ചു. പക്ഷേ അവൻ എത്ര വേഗത കുറച്ചിട്ടും അയാൾ ഒപ്പം എത്തുന്നില്ലായിരുന്നു. അയാളുടെ കാൽപ്പെരുമാറ്റം കേൾക്കാതെ വന്നപ്പോൾ അവൻ പതിയെ തിരിഞ്ഞു നോക്കി. അയാൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. മനു ഉറക്കെ കൂവി, വേഗം വാ ചേട്ടാ. പക്ഷേ അവൻ്റെ മുന്നിൽ നടന്ന കാഴ്ച കണ്ട് അവൻ ഭയന്നു വിറച്ചു. അവൻ്റെ പിറകിൽ നിന്നയാൾ ഒരു പുകച്ചുരുൾ പോലെ വഴിയരികിലെ കാട്ടിലെവിടെയോ മറയുന്നു. അവൻ ഭയന്ന് ബോധരഹിതനായി. രാത്രി അവനെ കാണാതെ തിരക്കിയിറങ്ങിയ അച്ഛനും നാട്ടുകാരുമാണ് മനുവിനെ ആ കാട്ടുവഴിയിൽ നിന്നും കണ്ടെത്തിയത്. ഞങ്ങളുടെ ചെറിയ കഥകൾ കൂട്ടുകാർ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളാണ് ഞങ്ങളുടെ ശക്തി. അടുത്ത കഥയുമായി വരും വരെ ബൈ.